ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ കാസറോളിൽ ലേശം അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മക്കൾക്കൊക്കെ നാളെ സ്കൂളിലേക്ക് ചോറ് വെച്ച് കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ, കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് എങ്കിൽ തലേന്ന് തന്നെ ഇതുപോലെ കാസറോളിൽ കുറച്ച് അരി കഴുകി എടുത്തതിന് ശേഷം അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ കാസറോൾ നന്നായി മൂടി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു അരി കുറച്ച് കുക്കായി കിട്ടും. ബാക്കി രാവിലെ ഒരു കലത്തിലിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗ്യാസുമലൊക്കെ വെച്ചിട്ട് ഒരു തിളച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെതാ ഞാനിതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മൂടി വെക്കാം കേട്ടോ. അങ്ങനെതാ രാവിലെ ഞാൻ എണീറ്റ് വന്ന് ആദ്യം തന്നെ ഇതാണ് തുറന്ന് നോക്കിയത്. അപ്പോൾ ഇതാ നമ്മൾ അരി ഇത്ര കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ചെറിയ കുടുക്കയിലേക്ക്, അതായത് കലത്തിലിട്ടിട്ട് നമുക്ക് ഗ്യാസുമ വെച്ചിട്ട് ഒന്ന് തിളച്ച് എടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായി വെന്ത് കിട്ടും കേട്ടോ. നല്ല ഒരു കുഴപ്പമില്ലാതെ നല്ല അടിപൊളി ചോറായിരിക്കും. അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതാ ഒരു കാസറോളിൽ ഞാൻ ഇതുപോലെ മാവ് അരച്ചിട്ട് ചുടുവെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതാ ഒരു ബൗളിൽ കുറച്ച് മാവ് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കേണ്ടി, ഇത് നന്നായി പൊന്തി വരും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പൊന്തി കിട്ടും. ഇതിലേക്ക് നമ്മൾ അപ്പക്കാരോ ഒന്നും ഇടണ്ട, അത് താനെ പൊന്തിക്കോളൂ കേട്ടോ. നമ്മൾ ദോശക്കൊക്കെ മാവ് അരച്ചതാണ്. അപ്പോൾ അത് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, നല്ല അടിപൊളിയായിട്ട് ഇതാ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയോ ഇഡ്ഡലിയോ എന്ത് വേണമെങ്കിലും ഇതുകൊണ്ട് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ ദോശയോ വെള്ളപ്പോ ഇഡ്ഡലിയോ ഒക്കെ ചുട്ടിട്ട് നമ്മൾ ഇതുപോലെ കാസറോളിലൊക്കെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എപ്പോഴാണ് നമ്മളെ മക്കൾ വരുന്നത് അപ്പം എടുത്തിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി കിട്ടും ചെയ്യും, നല്ല ചൂടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നല്ലൊരു പട്ടാണി കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, പട്ടാണി കടല. അപ്പോൾ ഇത് ഞാനിതാ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പട്ടാണി വേവിക്കുമ്പോൾ ഞാൻ എന്താക്കലുണ്ട്, കുറച്ച് ഒരു നുള്ള അപ്പകാരം ഇട്ടിട്ടാണ് കേട്ടോ ഇത് വെള്ളത്തിലിട്ട് വെക്കുക. അങ്ങനെ ഇതാ രാവിലെ ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ തൂമിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പം തന്നെ തൂമിച്ചൊഴിച്ച ഉടനെ തന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല കേട്ടോ. നമ്മളിത് നന്നായി ഒന്ന് മൂടി വെക്കണം, എന്നാൽ അതിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതാ നമ്മൾ കറിക്കൊക്കെ നല്ല രുചിയും മണവും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എടുത്ത് കടിയിലൊഴിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഇതാ ഫ്രിഡ്ജിൽ ഇതുപോലെ ചക്കക്കുരു എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ആരും ചക്കക്കുരു ഒന്നും പെട്ടെന്ന് കളയണ്ട. ഇതുപോലെ എടുത്ത് വെച്ചാൽ മാസങ്ങളോളം നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാലും നമ്മൾ കറി വെക്കാനോ എന്ത് വെക്കാനോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിൻ്റെ മുന്നായിട്ട് ഈ ഒരു ചക്കക്കുരു വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് എനിക്ക് നന്നാക്കി ഉപകാരപ്പെട്ടൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചക്കക്കുരു മാസങ്ങളോളം കൊല്ലങ്ങളോളം നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാനിതാ മുരിങ്ങയില തലേന്ന് ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് നന്നായി അടച്ച് വെച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ ഇന്ന് ഞാനിത് ഉപ്പേരി വെക്കാൻ എടുത്തു കൊണ്ടുവന്നതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയിലയാണ് കേട്ടോ. ഈ മുരിങ്ങയില നന്നാക്കാനും വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ഓട്ടക്കോരി എടുത്തിട്ടുണ്ട്. ഈ ഓട്ടക്കോരീൻ്റെ ഉള്ളിൽ കൂടി ഇതിങ്ങനെ ഇല്ലില്ലായി ഇടിച്ചതിന് ശേഷം ഇതുപോലെ വലിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് നമുക്കിത്
ക്ലീനായി കിട്ടും. നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും വന്നാലൊക്കെ പെട്ടെന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഇത് നന്നാക്കി എടുക്കാൻ പറ്റുമോ നോക്കണേ. അപ്പോൾ ഇന്ന് എൻ്റെ എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മുരിങ്ങയിലൊക്കെ ഇവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഇതുപോലും ഇല്ലി പോലും നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്.